ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരുപാട് ഓഫറുകൾ ഇന്ന് നമ്മുടെ ക്യാമാർട്ടിൽ വന്നിട്ടുണ്ട്. 5% മുതൽ 20% വരെയാണ് ക്യാമറകൾക്ക് ഓഫർ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ ഓഫറിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ ഒരു ഫ്രീ ഗിഫ്റ്റും കൂടി ക്യാമാർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ഗിഫ്റ്റ് എന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരുപാട് ഓഫറുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു നിങ്ങളുടെ ഷോപ്പിൽ. എന്താണ് നിങ്ങൾ കൊടുക്കുന്ന ഓഫർ? ഇപ്പോൾ നമുക്കിവിടെ നിലവിലെ അപ്ഡേഷൻ ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് 5% തൊട്ട് 20% വരെ എല്ലാ ക്യാമറകൾക്കും ലെൻസുകൾക്കും ഡിസ്കൗണ്ട് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 5% മുതൽ 20% വരെയാണ് ഡിസ്കൗണ്ട് ഇവിടെ കൊടുക്കുന്നത്. ക്യാമറയ്ക്കും ലെൻസിനും ഇവിടെ ഡിസ്കൗണ്ടുകൾ അവൈലബിൾ ആണ്. അതുപോലെ ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് ഒരുപാട് അപ്ഡേഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. കനോൺ, നിക്കോൺ, സോണി, എൻട്രി ലെവൽ തൊട്ടിട്ട് ഫുൾ ഫ്രെയിം ക്യാമറാസ് എല്ലാം ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാമറാസിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര മുതലാണ് വരുന്നത്? സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇപ്പോൾ നമുക്ക് കനോണിൻ്റെ 1000D എന്ന് പറഞ്ഞ സീരീസാണ്. ഇത് വിത്ത് ലെൻസ് അടക്കം നമുക്കൊരു 8000 റുപ്പീസ് തൊട്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അത്യാവശ്യം നല്ല പീസാണ്, വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് വിത്ത് ലെൻസ് അടക്കം കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ആക്സറീസ്, ബാറ്ററി, ചാർജർ തുടങ്ങിയ എല്ലാ ആക്സറീസും നമുക്ക് കൊടുക്കാം. 1000D തന്നെ ഒരു 3-4 പീസോളം നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇത് പിന്നെ റിബൽ XS എന്ന് പറഞ്ഞ സീരീസാണ്. ഇതും വിത്ത് ഇതിൻ്റെ 1855 അടക്കം ഒരു 7000, 8000 ആ റേഞ്ചിൽ കൊടുക്കാം. ഇതൊക്കെ കണ്ടീഷൻ ബേസ് ആയിരിക്കും പ്രൈസ് വരിക. ഒരു 3-4 പീസോളം നമുക്ക് സ്റ്റോക്കിലുണ്ട്. വാറണ്ടി ഒരു 1 മന്ത് ഒക്കെ നമുക്ക് ഷോപ്പ് ചെക്ക് വാറണ്ടി കൊടുക്കാം. പിന്നെ നിക്കോണിലാണെങ്കിൽ നമുക്ക് 3000D എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട് നിക്കോണിൻ്റെ. ഇതൊക്കെ നമുക്കൊരു 7000 തൊട്ട് കൊടുക്കാം. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് 7000 മുതൽ ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് ക്യാമറാസിന് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് 700D, പിന്നെ 200D മാർക്ക് 2, 600D, അങ്ങനെ ഒരുപാട് അപ്ഡേഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യായിരിക്കും നല്ലത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എൻട്രി ലെവൽ ക്യാമറാസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ 200D ഒക്കെ അത്യാവശ്യം നല്ലൊരു സ്പെക്കുള്ളൊരു ക്യാമറയാണ്. അത്യാവശ്യം നല്ല നീറ്റ് പീസാണ്. ഷട്ടർ കൗണ്ടൊക്കെ വെറും 5000 ബിലോ പോയ ക്യാമറയാണ്. വിത്ത് STM ലെൻസ് അടക്കം നമുക്കൊരു 38,000 തൊട്ട് കൊടുക്കാൻ പറ്റും. ഇത് തന്നെ നമുക്ക് ഷോപ്പിലൊരു 10-12 പീസോളം സ്റ്റോക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതൊക്കെ 200D തന്നെയാണ്. ഇതൊക്കെ ഒരു 34,000 ഉള്ളൂ. ഇതിൻ്റെയൊക്കെ കണ്ടീഷൻ ബേസ് ആയിരിക്കും പ്രൈസ് വരിക. അതെ, ഇത് എത്രത്തോളം യൂസേജ് ഉണ്ടോ അത് നോക്കിയിട്ടാണ് നമ്മൾ കസ്റ്റമറിൽ നിന്ന് വാങ്ങിക്കുക. അതനുസരിച്ച് ചെറിയൊരു മാർജിൻ ഇട്ടിട്ട് നമ്മൾ ഇത് റീസെല് ചെയ്യണം. പിന്നെ ഇതിൻ്റെ തന്നെ 200D തന്നെ ഫ്രഷ് ക്യാമറ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതൊരു 58,000 തൊട്ടിട്ട് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. പിന്നെ ഇപ്പോഴും മാർക്കറ്റിൽ 44,000 പ്രൈസ് വരുന്ന ക്യാമറയാണ് കനോണിൻ്റെ 1500. ഇതിൻ്റെ വിത്ത് 1855 അടക്കം നമുക്കിവിടെ ക്യാമാർട്ടിൽ വെറും 22,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് അത്യാവശ്യം നീറ്റ് പീസാണ്. ഒരു 10,000 ബിലോ ഷട്ടർ കൊണ്ട് മാത്രമേ ഉള്ളൂ. അതെ, അത് വേണമെങ്കിൽ നമുക്കിവിടെ സിസ്റ്റത്തിൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ചെക്ക് ചെയ്ത് കാണിച്ചിട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആക്കിയിട്ട് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എടുക്കുന്ന ഓരോ ക്യാമറാസും നമുക്ക് ചെക്ക് ചെയ്യാനുള്ള അവസരം ഇവിടെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അതെ, ഷട്ടർ കൗണ്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് പൂർണ്ണ സംതൃപ്തിയോടെ ആണ് കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നത്. പ്ലസ് 2 മന്ത് ചെക്കിംഗ് വാറണ്ടി. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഷട്ടർ കൗണ്ട് എത്രയെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്യാമറ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതെ, ഇത് തന്നെ 1500 തന്നെ ഒരു 10-12 പീസോളം നമുക്കിവിടെ സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. ഒരു 22,000 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ലെൻസുകൾ വരുമ്പോൾ ഇപ്പോൾ എൻട്രി ലെവലാണെങ്കിൽ നമുക്ക് വരുന്ന ഒരു മോഡലാണ് 55-50 എന്ന് പറഞ്ഞ STM ലെൻസാണിത്. ഇതൊക്കെ ആകുമ്പോൾ ഒരു 6,000, 7,000 തൊട്ടിട്ടാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇത് IS2 എന്ന് പറഞ്ഞ സീരീസാണ്. ഇതിന് തന്നെ STM വരുന്നുണ്ട്. അതാകുമ്പോൾ ഒരു 8,000, 10,000 ആ റേഞ്ച്. കണ്ടീഷൻ ബേസ് ആയിരിക്കും പ്രൈസ് വരിക. പിന്നെ ഒരുപാട് എൻക്വയറി ഉള്ളൊരു മോഡലാണ് കനോണിൻ്റെ 50mm. പോർട്രേറ്റ്സ് ഫോട്ടോഗ്രാഫിക്കൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മോഡലാണ്. ഇതും അത്യാവശ്യം നല്ല നീറ്റ് പീസാണ്. ഫംഗസ് കാര്യങ്ങളൊന്നുമില്ല. റേറ്റ് ഒരു 5,000 തൊട്ടാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അതും കണ്ടീഷൻ ബേസ് ആയിരിക്കും പ്രൈസ് വരിക. പിന്നെ ഫുൾ ഫ്രെയിമിലേക്ക് കിടക്കുകയാണെങ്കിൽ കനോണിൻ്റെ തന്നെ 5D Mark 4 എന്ന് പറഞ്ഞ ക്യാമറ ഉണ്ട്. ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു 45,000 തൊട്ടാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇതും കണ്ടീഷൻ ബേസാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരിക. ഒരു 45,000 തൊട്ടിട്ട് 75,000, 80,000 ആ റേഞ്ച് വരെ നമുക്ക് ഐറ്റം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേയിൽ കാണുന്നത് ഒരു 50 ആ റേഞ്ചിലുള്ള ഒരു ക്യാമറയാണ്. അത്യാവശ്യം നല്ല നീറ്റ് പീസാണ്.
ഈ വ്ളോഗിങ്ങിന് ഒക്കെ പറ്റിയ ഒരു ക്യാമറ ഏതാന്ന് പറയാൻ പറ്റും? വ്ളോഗിങ്ങിന് ഇപ്പോൾ അധികം വേണ്ടാനും വ്ളോഗിങ്ങിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഇരിക്കുന്നത് നമുക്ക് സോണിയിലാണ്. ഇപ്പോൾ കാനോണിലൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ 1200 എന്ന് പറഞ്ഞ ക്യാമറയൊക്കെ വ്ളോഗിങ്ങിന് പറ്റിയ ക്യാമറ. അത് റേഞ്ച് എത്ര വരുന്നത്? പിന്നെ M50 Mark II എന്ന് പറഞ്ഞ ക്യാമറ നമുക്ക് ഡിസ്പ്ലേയിൽ സ്റ്റോക്ക് ഉണ്ട്. അത് റേറ്റ് എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്? M50 Mark II ഒക്കെ ആകുമ്പോൾ ഒരു 38,000 തൊട്ടാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. 38,000 ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്ളോഗേഴ്സിന് ഒരു നല്ലൊരു ക്യാമറ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതേ ഉള്ളൂ. അത് വിത്ത് ലെൻസ് ആണോ? വിത്ത് അതിൻ്റെ കിറ്റ് ലെൻസ് ഉണ്ടാവും 1545. തന്നെ കിറ്റ് ലെൻസും ഉണ്ടാവും കേട്ടോ. 1545 കിറ്റ് ലെൻസ് ഉണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു EF അഡാപ്റ്റർ വരുന്നുണ്ട്. അഡാപ്റ്റഡ് ആണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് എല്ലാ EF ലെൻസും യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഫുൾ ഫ്രെയിം ക്യാമറകൾ നമ്മളിവിടെ കണ്ടു. 5D Mark IV, പിന്നെ 5D Mark III. ഇതൊക്കെ ആകുമ്പോൾ ഒരു 25,000 തൊട്ടാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഫുൾ ഫ്രെയിം ക്യാമറയാണ്. ഇറങ്ങുന്ന ടൈമിലൊക്കെ ഒരു 1 lakh above പ്രൈസ് ഉണ്ടായിരുന്ന ക്യാമറ. ഇപ്പോൾ റേറ്റ് ഡ്രോപ്പായി 25,000 ആണ് പ്രൈസ് വരുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു മോഡലാണ് കാനോണിൻ്റെ 1DX Mark II എന്ന് പറഞ്ഞ സീരീസാണ്. ഇത് ഇറങ്ങുന്ന ടൈമിൽ 3 lakh above പ്രൈസ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമുക്ക് ഒരു 90 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. ഷട്ടർ കാര്യങ്ങളൊക്കെ കാനോണിൻ്റെ ഓതറൈസ്ഡ് കമ്പനിയിൽ കൊടുത്ത് ഫുള്ള് ചേഞ്ച് ചെയ്ത മോഡലാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് അത്യാവശ്യം നല്ല നീറ്റ് പീസാണ്. ഇതൊക്കെ നമുക്കൊരു 90,000 രൂപ കൊടുക്കാം. ഇതിൻ്റെ തന്നെ കണ്ടീഷൻ കുറഞ്ഞ മോഡലുണ്ട്. അതൊക്കെ ആകുമ്പോൾ ഒരു 55,000 60,000 കോസ്റ്റാണ് വരുന്നത്. പ്രൈസ് അറിയില്ല. ഇറങ്ങുന്ന ടൈമിൽ 3 lakh above. ഇപ്പോഴും അത് ഇന്ത്യയിൽ മാത്രമാണ് റേറ്റ് ഡ്രോപ്പ് ആയിട്ടുള്ളൂ. അതർ കൺട്രീസൊക്കെ നല്ല പ്രൈസ് വരുന്നുണ്ട്. നെക്സ്റ്റ് പറഞ്ഞത് 1DX Mark I എന്ന് പറഞ്ഞ മോഡലാണ്. 1DXന് മുന്നേ ലോഞ്ച് ചെയ്ത ക്യാമറയാണ് 1DX Mark I. 1DX Mark I അല്ല 1DX. ഇതിപ്പോൾ നമുക്കൊരു 35,000 തൊട്ടിട്ട് നമുക്ക് ക്യാമാർട്ടിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല നീറ്റ് പീസാണ്. ഈ വൈൽഡ് ഫോട്ടോഗ്രാഫിയൊക്കെ പറ്റിയൊരു മോഡലാണ്. പിന്നെ ബെസ്റ്റ് പ്രൈസാണ് 35,000. അത്യാവശ്യം നല്ല നീറ്റ് പീസാണ്. നമുക്ക് വീഡിയോയിൽ കാണാം. ഇത് തന്നെ ഒരു 3-4 പീസോളം നമുക്കിവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ Mark IV കണ്ടു. Mark IVൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഒരു 10-20 പീസോളം നമുക്കിവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. 50,000 തൊട്ടാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. പിന്നെ നമുക്ക് ഇത് കൂടാതെ നമ്മുടെ ഡിസ്പ്ലേയിൽ ഒരുപാട് കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്. കാനോണിൻ്റെ ആണെങ്കിലും EOS R ഒക്കെ ഒരു 10-15 പീസോളം സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഡിസ്പ്ലേ നോക്കിയാൽ കാണാം. അതുപോലെ കുറേ കളക്ഷൻസ് ഇത് ടെലിയുടെ കളക്ഷൻസ് ഉണ്ട്. 24-105, 24-70 എല്ലാ മോഡൽസും നമുക്കിവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതുകൂടാണ്ട് വൈഡ് ലെൻസസ് ഒക്കെ നമുക്ക് ഇരിക്കുന്നുണ്ട്. 16-35, അതേപോലെ 70-40. ഇതൊക്കെ വെറും ചീപ്പ് റേറ്റിന് നമുക്കിവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഈ 16-35 ഒക്കെ ഇറങ്ങുന്ന ടൈമിലൊക്കെ ഒരു 1,35,000 പ്രൈസ് ഉണ്ടായിരുന്ന സീരീസാണ്. നമുക്കിപ്പോൾ ഇത് ക്യാമാർട്ടിൽ നോക്കി 25,000 രൂപയ്ക്ക് ഒരു 25,000 രൂപയ്ക്ക് കിട്ടും. അതുപോലെ 70-40 ഒക്കെ ഒരു 10,000 തൊട്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു മോഡലാണ്. ഇതൊക്കെ ഒരു 12,000 രൂപയ്ക്ക് കൊടുക്കും. 42,000 രൂപ പ്രൈസുള്ള ഐറ്റാണ്. സംഭവം യൂസ്ഡാണ്. നമുക്കൊരു 2 മാസം ചെക്കിംഗ് വാറൻറ്റിയോട് കൂടിയിട്ട് കൊടുക്കാം. പിന്നെ ഇത് കാനോണിൻ്റെ 70-100 എന്ന് പറഞ്ഞ സീരീസാണ്. ഇത് ഫസ്റ്റ് വേർഷനാണ്. നോൺ ഐസ് എന്ന് പറഞ്ഞ സീരീസാണ്. ഇതൊക്കെ ഇറങ്ങുന്ന ടൈമിൽ ഒരു 70-75 പ്രൈസ് ഉണ്ടായിരുന്നു. നോൺ ഐസ് ലെൻസ് ഇതിപ്പോൾ നമുക്കൊരു 30,000 കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ കണ്ടീഷൻ ബേസ് ഒരു 25,000 തൊട്ട് സ്റ്റോക്ക് അവൈലബിൾ ആണ്. പിന്നെ IS2 അവിടെ ഇരിക്കുന്നുണ്ട്, ഡിസ്പ്ലേയിൽ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ അത് IS2 വരുമ്പോൾ ഒരു 45 ആണ് പ്രൈസ് റേറ്റ് വരുന്നത്. 2 month ഷോപ്പ് ചെക്കിംഗ് വാറൻറ്റി കൊടുക്കാം. പിന്നെ വൈൽഡ് ഫോട്ടോഗ്രാഫിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് 150-600 എന്ന് പറഞ്ഞ സീരീസ്. സിഗ്മയുടെ കണ്ടംപററി ലെൻസാണ്. ഇതൊക്കെ ഒരു 45,000 തൊട്ടാണ് പ്രൈസ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ സോണിയുടെ സെക്ഷനിൽ വരുമ്പോൾ സോണിയുടെ A7M2 എന്ന് പറഞ്ഞ സീരീസാണ്. ഇത് വിത്ത് കിറ്റ് ലെൻസ് അടക്കം നമുക്കൊരു 60-65 ആ റേഞ്ചാണ് വരുന്നത്. ഇതും കണ്ടീഷൻ ബേസ് ആയിരിക്കണം. ഒരു 3-4 പീസോളം നമുക്കിവിടെ സ്റ്റോക്ക് ഉണ്ട്, അവൈലബിൾ ആണ്. പിന്നെ സോണിയുടെ A7M3 എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്. ഇതാണ് M3 എന്ന് പറഞ്ഞ സീരീസ്. ഈ ബോഡിയൊക്കെ വെറും 70,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇത് കംപ്ലീറ്റ് ആക്സറീസ് അടക്കം. വാറൻറ്റി കഴിഞ്ഞതാണ്. 2 month ഷോപ്പ് ചെക്കിംഗ് വാറൻറ്റി കൊടുക്കാം. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് സോണിയുടെ A7M4 എന്ന് പറഞ്ഞ സീരീസാണ്. അത്യാവശ്യം നല്ല നീറ്റ് പീസാണ്. ഒരു 1.5 year റിമൈനിങ് വാറൻറ്റി പീസ്. ഇതിൻ്റെ കംപ്ലീറ്റ് ആക്സറീസ് അടക്കം നമുക്കൊരു 1,60,000 കൊടുക്കാൻ പറ്റും. പിന്നെ സോണിയുടെ തന്നെ R സീരീസാണ്. R സീരീസിൽ R3 എന്ന് പറഞ്ഞ സീരീസാണ്. ഒരു 3-4 പീസോളം സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് പ്രൈസ് വരുന്നത് ഒരു 1 lakh തൊട്ടാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്.
ഇത് സോണിയുടെ 7R4 എന്ന് പറഞ്ഞ സീരീസ് 16 മെഗാ പിക്സലാണ് വരുന്നത്. ന്യൂ വൺ ഒരു 2,50,000 എബോ പ്രൈസ് വരുന്നുണ്ട്. നമുക്കിതൊരു 1,25,000 കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ കംപ്ലീറ്റ് ആക്സറീസ് ഉണ്ട്, ബാറ്ററി ചാർജർ എല്ലാ ആക്സറീസ് അടക്കമാണ് നമുക്ക് പ്രൈസ് പറയുന്നത്. സോണിയിൽ നമുക്ക് വ്ളോഗേഴ്സിന് പറ്റിയ ഒരു റേറ്റ് കുറഞ്ഞ ടൈപ്പ് ഒരു സോണിയിൽ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ZV-10 എന്ന് പറഞ്ഞ ഒരു ക്യാമറ ഉണ്ട്. നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ ബ്രാൻഡ് ന്യൂ പീസാണ്, ബോക്സ് പീസാണ്. ഒരു 3 പീസോളം സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഒരു 45,000 തൊട്ടാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. പിന്നെ ആൽഫ 6000 എന്ന് പറഞ്ഞ സീരീസ് മിറർലെസ് ആണ്. ഇതൊക്കെ ആകുമ്പോൾ ഒരു 28-30 ആ റേഞ്ചാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് വിത്ത് ലെൻസ് അടക്കം. പിന്നെ നമുക്ക് ഈ 6 സീരീസിൽ 6100, അതേപോലെ 6300, 6400, പിന്നെ 6600 എല്ലാ മോഡൽസും നമുക്കിവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റുകൾ വരുന്നത് ഇതൊരു 28,000 ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. പിന്നെ അതിൻ്റെ 65 ഉണ്ട്. 65 ആകുമ്പോൾ ഒരു 40-45 ആ പ്രൈസാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. ഇതൊക്കെ കിറ്റ് ലെൻസ് അല്ലേ? അതെ, ഇതിൻ്റെ 1650 എന്ന് പറഞ്ഞാൽ കിറ്റ് ലെൻസ് അടക്കമുള്ള പ്രൈസാണ് പറയുന്നത്. പിന്നെ ഇത് 63 ആണ്. പിന്നെ 61 നമുക്ക് ഡിസ്പ്ലേയിലുണ്ട്, 64 ഡിസ്പ്ലേയിലുണ്ട്. പിന്നെ ZV-10 എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്. ഈ വ്ളോഗേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് ZV-10 എന്ന് പറഞ്ഞ സീരീസ്. അതൊരു 3 പീസോളം നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. അതൊക്കെ വാറണ്ടി ഉള്ള പീസാണ്, അതായത് കമ്പനി വാറണ്ടി ഉള്ള പീസാണ്. ഒരു 1.5 ഇയർ റിമൈനിങ് വാറണ്ടി ഉണ്ടാവും. ലെൻസുകൾ ഇപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന മൊത്തം ഫുൾ ഫ്രെയിം ലെൻസുകളാണ്. അതായത് ഈ സോണി A7, M3, M4 അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മോഡൽസാണ്. അപ്പോൾ ഈ സോണിയുടെ 105 എന്ന് പറഞ്ഞ ലെൻസൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് പീസാണ്. ഇതൊക്കെ നമുക്ക് പുതിയതിന് ഒരു 90,000 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. ഇത് നമുക്കൊരു 2 മന്ത് നമ്മുടെ ഷോപ്പ് വാറൻറ്റിയോട് കൂടിയിട്ട് ഒരു 60,000 കൊടുക്കാൻ പറ്റും. പിന്നെ ബാറ്റീസിൻ്റെ 85 ഇതൊക്കെ ഒരു ആവറേജ് കണ്ടീഷനാണ്. ഇതൊക്കെ ഒരു 30,000 തൊട്ടാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ തന്നെ കണ്ടീഷൻ ബേസാണ് റേറ്റ് വരുന്നത്. ഒരു 5-6 പീസോളം നമുക്കിവിടെ ഡിസ്പ്ലേയിൽ ഇരിക്കുന്നുണ്ട്. ഇത് സ്റ്റാർട്ടിങ് പ്രൈസ്. ഇതൊരു 30 തൊട്ടാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. അതിൽ ന്യൂ പീസ് ഇരിക്കുന്നുണ്ട്, അതൊക്കെ ആകുമ്പോൾ ഒരു 58,000 രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ്. പിന്നെ മാനുവൽ ലെൻസസ് ഇരിക്കുന്നുണ്ട് 40mm. ഇതൊക്കെ ആകുമ്പോൾ ഒരു 8,000 ഒക്കെയാണ് നമുക്ക് പ്രൈസ് വരുന്നത്. സിനി ലെൻസസ് ആണ്. പിന്നെ നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ളൊരു മോഡലാണ് ടിൽ ടൈപ്പ് 50mm സോണിയുടെ മാനുവൽ ലെൻസാണ്. അത്യാവശ്യം നല്ല ഹെവി റിസൾട്ടുള്ളൊരു ലെൻസാണ്. ഈ അനമോർഫിക് ലെൻസസ് പോലത്തെ ഉള്ള ഒരു ലെൻസാണ്. ഇതൊക്കെ ആകുമ്പോൾ നമുക്കിപ്പോൾ റെയറായിട്ടാണ് ഇത് സ്റ്റോക്ക് വരാറ്. ഇതൊക്കെ ആകുമ്പോൾ ഒരു 15,000 തൊട്ട് നമുക്കിവിടെ സ്റ്റോക്കിലുണ്ട്. അതെ. പിന്നെ ഈ സോണിയുടെ 35mm 1.8 52,000 വരുന്നുണ്ട്. നമുക്കിതൊരു 30,000 കൊടുക്കാം. ഒരു 5-6 പീസോളം നമുക്കിവിടെ സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. പിന്നെ സിഗ്മയുടെ ലെൻസസ് ഇരിക്കുന്നുണ്ട്. സിഗ്മയുടെ 85mm ആണ്. ഇതൊക്കെ നമുക്കൊരു 50,000 തൊട്ടാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. പുതിയതിനിപ്പോൾ റേറ്റ് കുറച്ച് ഇൻക്രീസ് ആയിട്ടുണ്ട്, 80,500 റുപ്പീസ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് ഒരു 2 മന്ത് ചെക്കിംഗ് വാറൻറ്റിയോട് ഒരു 50,000 കൊടുക്കാൻ പറ്റും. സ്റ്റോക്ക് ഇപ്പോൾ ഉണ്ട്, 2-3 പീസോളം സ്റ്റോക്ക് ഉണ്ട്. വിത്ത് വാറൻറ്റി ഉള്ള പീസ് ഉണ്ട്. അതിൻ്റെ വാറൻറ്റി ഉള്ളതൊക്കെ ആകുമ്പോൾ ഒരു 55-60 ആ റേഞ്ചിൽ നമുക്ക് ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതൊക്കെ G Master സീരീസ് ആണ്. ഈ ലെൻസസ് ഒക്കെ G Master സീരീസ് ആണ്. 85 ഒക്കെ ഒരു 10-15 പീസോളം സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. ഇതിപ്പോൾ പുതിയതിന് നമുക്ക് ഷോപ്പിലൊക്കെ ഏകദേശം 1,25,000 രൂപ ഷോപ്പ് പ്രൈസ് വരുന്നുണ്ട്. നമുക്കൊക്കെ ഒരു 1,04,000 രൂപയ്ക്ക് കൊടുക്കാം. 1,04,000 റുപ്പീസിന് കൊടുക്കാൻ പറ്റും. പ്ലസ് ബോക്സ് പീസ് അൺയൂസ്ഡ് പ്രോഡക്റ്റ് ആണ്. പ്ലസ് 3 years ഇന്ത്യൻ വാറണ്ടി ഉണ്ടാവും. ഇതൊക്കെ അങ്ങനെയുള്ള ലെൻസസ് ആണ്. അതെ, ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സോണി ലെൻസുകളിൽ. അതുപോലെ ഇതിൻ്റെ തന്നെ തേർഡ് പാർട്ടി ലെൻസായ സാമിയങ് ഉണ്ട്, ടാമറോൺ, സിഗ്മ എല്ലാ ലെൻസസും നമുക്കിവിടെ അവൈലബിൾ ആണ്. സിഗ്മയുടെ ഒക്കെ ഈ ലെൻസൊക്കെ നല്ല എൻക്വയറി ഉള്ളൊരു മോഡലാണ്. 105 എന്ന് പറഞ്ഞ ലെൻസാണ്. ഈ കാൻഡിഡ് ഫോട്ടോഗ്രാഫിയൊക്കെ എൻക്വയറി ഉള്ളൊരു മോഡലാണ്. ഇതൊക്കെ പുതിയത് ഏകദേശം 1,20,000 പ്രൈസ് വരുന്നുണ്ട്. നമുക്കിതൊരു 75,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 75,000. ഇത് ഓൾറെഡി കമ്പനി വാറണ്ടി ക്ലോസ്ഡ് ആണ്. നമുക്കിവിടെ ഒരു ഷോപ്പ് വാറണ്ടി 2 മന്ത് കൊടുക്കാം. പിന്നെ ലോ ബഡ്ജറ്റ് ലെൻസാണ് ഇതൊക്കെ. 28mm എന്ന് പറഞ്ഞ ലെൻസാണ്. ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു 50,000 15,000 രൂപയ്ക്ക് കൊടുക്കാം. 15. പിന്നെ ഇത് ക്രോപ്പ് സെൻസറാണ്. ഇപ്പോൾ ഇറങ്ങുന്ന FX30 അതേപോലെ
ഇതുപോലെയുള്ള ക്രോപ്പ് സെൻസർ 6000 പോലെയുള്ള ക്രോപ്പ് സെൻസർ ക്യാമറയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റിയ APC ലെൻസാണത്. ഈ സിഗ്മയുടെ അതൊക്കെ ആകുമ്പോൾ ഒരു 15000 തൊട്ടാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. പിന്നെ നമ്മുടെ ഈ 55mm സീസിൻ്റെ 55mm 60,000 ആകുമ്പോൾ പ്രൈസ് വരുന്നുണ്ട്. നമുക്കിതൊരു 30,000 കൊടുക്കാൻ പറ്റും. പകുതി വിലയല്ല, പകുതിയേക്കാൾ അധികമാണ് ഓരോ ക്യാമറാസിനും നമുക്ക് മാർക്കറ്റ് റേറ്റിനേക്കാളും നമുക്ക് കുറവ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതെ. പിന്നെ 90mm ഒക്കെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. ഇത് വിത്ത് വാറണ്ടി പീസ് ഉണ്ട്, വിത്തൗട്ട് വാറണ്ടി ഉണ്ട്. ഇത് വിത്തൗട്ട് വാറണ്ടി ആണ്. ഇതൊക്കെ ആകുമ്പോൾ ഒരു 30,000 ആണ് നമുക്ക് പ്രൈസ് വരുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് പീസാണ്. വിത്ത് വാറണ്ടിയോടെ 2 month വാറണ്ടിയോടെ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അതുപോലെ പുതിയ ക്യാമറകളും നമുക്കിവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇത് GSTBയിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനെക്കുറിച്ച് കൂടുതൽ എൻക്വയറി അറിയണമെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി വരുന്നത് നമ്മുടെ നിക്കോണിന്റെ സെക്ഷനാണ്. നിക്കോണിന്റെ സെക്ഷനിൽ എന്തെല്ലാം മോഡൽസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? നിക്കോണിൽ ഇപ്പോൾ നമുക്ക് എൻട്രി ലെവലാണെങ്കിൽ നിക്കോണിൻ്റെ 3000 എന്ന് പറഞ്ഞ സീരീസ് ആണിത്. നമുക്കൊരു 8,000 7,000 8,000 ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് പറയണത്. പിന്നെ 3100 ഉണ്ട്. ഇതാകുമ്പോൾ കണ്ടീഷൻ ബേസ് പ്രൈസസ് ഉണ്ട്. 8,000 rupees തന്നെയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. 8,000 10,000 ആ റേഞ്ച് വരും. കണ്ടീഷൻ ബേസ് ആയിരിക്കും റേറ്റ് വരിക. പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിക്കോണിൻ്റെ ഫുൾ ഫ്രെയിം ക്യാമറകൾ. ഇപ്പോൾ ഇറങ്ങണ അതേപോലെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് Z6II. കമ്പനി വാറണ്ടിയോട് കൂടി ഇത് അത് പുതിയ പീസാണ്. 0 ഷട്ടർ കൗണ്ട് പ്ലസ് 2 years ഇന്ത്യൻ വാറണ്ടി ഉണ്ട്. നമുക്കത് മാർക്കറ്റിൽ ഒരു 1,42,000 പ്രൈസ് വരുന്നുണ്ട്. നമുക്കൊരു 1,20,000 കൊടുക്കാൻ പറ്റും. അത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടോ? 2-3 പീസോളം സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നതായിരിക്കും. നിലവിൽ ഇപ്പോൾ ഇത്രയും സ്റ്റോക്കേ വെച്ചിട്ടുള്ളൂ. അതുപോലെ ഒരുപാട് Z സീരീസ് ലെൻസസ് ഉണ്ട്. 85mm 1.2 എന്ന് പറഞ്ഞ ലെൻസ് ഉണ്ട്. 2,30,000 ആണ് അതിന് പ്രൈസ് വരുന്നത്. അതെ അതെ. അതൊക്കെ നമുക്കൊരു 1,85,000 കൊടുക്കാം. 85 1.2. പിന്നെ ഒരുപാട് എൻക്വയറി ഉള്ള മുകളിൽ D500 എന്ന് പറഞ്ഞ സീരീസ്. D500 ഒക്കെ നല്ല നീറ്റ് പീസ് ഇരിക്കുന്നുണ്ട്. ഷട്ടർ കൗണ്ടൊക്കെ വെരി ലെസ് യൂസ്ഡാണ്. ഒരു 40,000 ആ റേഞ്ച് ആയിട്ട് നമുക്ക് ഫോട്ടോയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം. അത്യാവശ്യം നല്ല നീറ്റ് പീസാണ്. ഇല്ല, അത് കമ്പനി വാറണ്ടി ഇല്ല. കമ്പനി ഇപ്പോൾ ഓൾറെഡി ഇത് സ്റ്റോപ്പ് ചെയ്തു. റയറാണ്, കിട്ടാൻ കുറച്ച് ടാസ്കുള്ള മോഡലാണ്. അതിന്റെ റേറ്റ് വരുന്നത് ഒരു 55 57. ഒരു 2 പീസോളം സ്റ്റോക്ക് ഉണ്ട്. ഒന്ന് ബോക്സ് പീസാണ്, ഒന്നത് ഷട്ടർ കൗണ്ടൊന്നും അധികം ആയിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പീസാണ്. പിന്നെ മിറർലെസ്സിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ Z6 ഉണ്ട്, Z6II ഉണ്ട്. Z6II ഒരു 3-4 പീസോളം സ്റ്റോക്ക് ഉണ്ട്. പിന്നെ Z7II ഉണ്ട്. പിന്നെ എൻട്രി ലെവലിൽ Z30 എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ലെൻസസ് ആകുമ്പോൾ ഇത് സെഡിൻ്റെ 7300 എന്ന് പറഞ്ഞ സീരീസാണ്. സെഡ് മൗണ്ടാണ്, മിറർലെസ് ആണ്. ഇതൊക്കെ നമുക്കൊരു 27-30 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. സെഡിൻ്റെ പുതിയത് ഒരു 60,000 ആ റേഞ്ച് വരുന്നുണ്ട്. വാറണ്ടി ഇല്ല, ഇമ്പോർട്ടഡ് പീസാണ്. ടാമറുണ്ട്. പിന്നെ ഈ 18400 ഇതും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു മോഡലാണ്. ഈ വൈൽഡ് ഫോട്ടോഗ്രാഫിയൊക്കെ ലോ ബഡ്ജറ്റിൽ പറ്റിയൊരു മോഡലാണ്. ഇതൊക്കെ പ്രൈസ് വരുന്നത് ഒരു 30,000 ആണ് പ്രൈസ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് D200 എന്ന് പറഞ്ഞ മോഡലൊക്കെ ഒരു 10,000 രൂപയ്ക്ക് നമുക്ക് ഇവിടെ സ്റ്റോക്ക് കിട്ടും. പിന്നെ D300 15,000 രൂപ. പിന്നെ D750 എന്ന് പറഞ്ഞ സീരീസ് ആണിത്. 40,000 ഷട്ടർ ആകെ അടിച്ചിട്ടുള്ളൂ. ഇതൊക്കെ നമുക്കൊരു 40-45 റേഞ്ചിൽ നമുക്കിവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. പിന്നെ നിക്കോൺ തന്നെ ഒരുപാട് ലെൻസസ് ഉണ്ട്. F മൗണ്ട് ലെൻസസ് ആണ് ഇരിക്കുന്നതൊക്കെ. ഇതൊക്കെ 85mm 1.8 എന്ന് പറഞ്ഞ സീരീസ് F മൗണ്ട്. ഇപ്പോൾ ഓൾറെഡി കമ്പനി ഇത് സ്റ്റോപ്പ് ചെയ്തു. അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു മോഡലാണ്. നമുക്കൊരു 15,000 തൊട്ടാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ 50mm ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഒരു 7,000 ആണ് പ്രൈസ് വരുന്നത്. പിന്നെ സിഗ്മയുടെ തന്നെ 85mm 1.4 എന്ന് പറഞ്ഞ സീരീസാണ് നിക്കോൺ മൗണ്ട്. ഇപ്പോൾ പുതിയതിന് ഏകദേശം 64,000 രൂപയോളം കോസ്റ്റ് വരുന്നുണ്ട്. നമുക്കിത് ഒരു 25,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. പകുതി താഴെ പൈസ വരുന്നുള്ളൂ. അതുപോലെ ഒരുപാട് ലെൻസസ് ഇരിക്കുന്നുണ്ട്. DX ലെൻസുകൾ, VR, ഒരുപാട് കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്. Z സീരീസ് ലെൻസുകൾ ഇരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ ഷോപ്പ് ഡയറക്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്യുക. പിന്നെ GoPro സെക്ഷനിൽ എന്തൊക്കെയാണ് വരുന്നത്? GoProയിലാകുമ്പോൾ നമുക്കിതാ ഇരിക്കുന്ന മോഡൽസൊക്കെ GoPros ആണ്. GoPro 7, 8, 9, 10, 11 എല്ലാ മോഡൽസും നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്.
പിന്നെ ഇൻസ്റ്റ 360 എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്. അതൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ ഡ്രോപ്പ് ആയി ഓൾറെഡി. 20,000 ബിലോ ആണ് കോസ്റ്റ് വരുന്നുള്ളൂ. പിന്നെ GoPro 7 ഒക്കെ ഒരു 11,000-12,000 തൊട്ടാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. ഓൾറെഡി കമ്പനി വാറണ്ടി കഴിഞ്ഞതാണ്. ഇതിപ്പോൾ ആക്ഷൻ ക്യാമറ ആയതുകൊണ്ട് നമ്മളൊരു 1 വീക്കാണ് ചെക്കിങ് വാറണ്ടി കൊടുക്കുന്നത്. പിന്നെ സോണിയുടെ തന്നെ ഒരു മോഡലാണിത്, RX0 എന്ന് പറഞ്ഞൊരു സീരീസ്. ഇത് പുതിയത് ഏകദേശം 38,000 കോസ്റ്റ് വരുന്നുണ്ട്. അപ്പേച്ചറൊക്കെ ഉള്ളൊരു മോഡലാണ്. ഇതൊക്കെ നമുക്കൊരു 8,000 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല നമുക്ക് ക്യാമറ യൂസ് ചെയ്യണ പോലെ യൂസ് ചെയ്യാം. നല്ല പീസാണ്, അത് അധികം യൂസ്ഡ് അല്ല. അത് ഒരു കസ്റ്റമർ ദുബായിൽ നിന്നിപ്പോൾ കൊണ്ടുവന്നതാണ്. ഇൻസ്റ്റ 360 1R ഉണ്ട്. 1R ഉണ്ട്. ഡ്യുവൽ ലെൻസ് ആണ് വരുന്നത്. നമ്മുടെ പുതുവർഷത്തിൽ നമ്മുടെ വ്യൂവേഴ്സിന് നമ്മുടെ ക്യാമാർട്ട് ഒരു ഗിഫ്റ്റ് നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ വ്യൂവേഴ്സിന് എന്ത് ഗിഫ്റ്റാണ് നിങ്ങൾ നൽകുന്നത്? ഇതിപ്പോൾ ഒരു ആക്ഷൻ ക്യാമറയാണ്, GoPro 7 എന്ന് പറഞ്ഞൊരു സീരീസാണ്. ഇത് നമുക്കൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അപ്പോൾ GoPro 7 ആണ് നമുക്ക് ഗിഫ്റ്റായിട്ട് നൽകുന്നത്. GoPro 7 നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാ പേജിലോട്ട് നിങ്ങൾ സെൻഡ് ചെയ്ത് തരാം. ഇതിൻ്റെ വിന്നേഴ്സിനെ ഞാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ജാനുവരി ലാസ്റ്റ് വരെയാണ് ഇതിനുള്ള അവസരം. ഇനി നമ്മുടെ പുതുവർഷത്തിൽ ഞാൻ ഇതിൻ്റെ വിന്നറിനെ ഞാൻ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 5% മുതൽ 20% വരെ ഇവിടെ ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് ക്യാമറാസും ലെൻസുകളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഈ ഡിസംബർ അവസാനം വരെ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇവരുടെ ഇൻസ്റ്റാ പേജ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. ഇവരുടെ ആയിട്ട് കോൺടാക്ട് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ബൈ.